അമേരിക്കൻ സൊസൈറ്റി ഫോർ മൈക്രോബയോളജിയുടെ സഹകരണത്തോടെ പൊന്നാനി MES കോളേജിലെ അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ സെമിനാർ അക്വാറ്റിക് ആൻഡ് മൈക്രോബയോളജി മിയാസിസ് 2024 സമാപിച്ചു. ജല ആവാസ വ്യവസ്ഥയിലെ സൂക്ഷ്മജീവികൾ, ജൈവവൈവിധ്യം, ഫിഷറീസ്, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിലായി ചെന്നൈയിലെ കേന്ദ്ര ഓരുജല മത്സ്യകൃഷി സ്ഥാപനത്തിന്റെ മുൻ മേധാവി ഡോക്ടർ KK വിജയൻ, കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് മേധാവി ഡോക്ടർ A ബിജുകുമാർ, കൊച്ചിൻ സർവകലാശാലയിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ M ഹരികൃഷ്ണൻ, കേരള ഫിഷറീസ് സർവകലാശാലയിലെ ഡോക്ടർ VJ രജീഷ് കുമാർ എന്നിവർ പ്ലീനറി പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും 72 ഗവേഷകർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ P ഹൃഷികേഷ്, ഗോവ സർവകലാശാലയിലെ ദേവിക ജാദവ്, കൊച്ചിൻ സർവകലാശാലയിലെ ഹരിത ഹരിദാസ്, MES കോളേജിലെ K ഫാത്തിമ സുഹ്ര, K വിദ്യശ്രീ സഹല എന്നിവർ മികച്ച പ്രബന്ധാവതരണത്തിനുള്ള അവാർഡുകൾ കരസ്ഥമാക്കി. അമേരിക്കൻ സൊസൈറ്റി ഫോർ മൈക്രോബയോളജിയുടെ ഇന്ത്യയിലെ കൺട്രി അംബാസിഡർ ഡോക്ടർ A മുഹമ്മദ് ഹാത്ത ഉദ്ഘാടനം നിർവഹിച്ചു. MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ അവാർഡ് ദാനം നിർവഹിച്ചു. പ്രൊഫസർ മുഹമ്മദ് സഗീർ ഖാദിരി, പ്രിൻസിപ്പൽ ഡോക്ടർ A സുബൈർ, ഡോക്ടർ VK ബ്രിജേഷ്, ഡോക്ടർ KM മുജീബ് റഹ്മാൻ, ഡോക്ടർ CP റജുൽ ഷാനിസ്, ഡോക്ടർ A റിയാസ്, മുനീർ എന്നിവർ സംസാരിച്ചു. അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു. അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു. ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.